ഹായ് ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പടവലങ്ങ കൊണ്ട് നല്ല ഒരു വിഭവം തയ്യാറാക്കുകയാണ്. അപ്പം ഞാനിത് ഏകദേശം ഒരു 1/2 കിലോയോളം പടവലങ്ങ വരും. 1/4 കിലോയോളം പടവലങ്ങ വരും. തെറ്റിപ്പോയതാ, 1/4 കിലോ, 1/2 കിലോ പിടിച്ചൊരു പകുതിയുണ്ട്, 1/4 കിലോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ ഉഴുന്ന് വെച്ചിട്ടുണ്ട്, അല്പം കടുക്, 2 ഉണക്കമുളക് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ പീസ് പുളി, അതായത് ഒരു നെല്ലിക്കയുടെ അത്ര ഇല്ല, അതിനേക്കാൾ ചെറുത്. പിന്നെ ഒരു ചെറിയ ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഒരു ഇതിൻ്റെ സവാളയുടെ പകുതി വെച്ചിട്ടുണ്ട്, അല്പം എണ്ണയും ഉണ്ട്. നമുക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണണ്ടേ? ശരി, ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് സ്റ്റീമർ ഉള്ളവർക്ക് സ്റ്റീമറിലേക്ക്, ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് വയ്ക്കും. എന്നിട്ട് ഈ നമ്മൾ എടുത്ത് വെച്ചതില്ലേ പടവലങ്ങ, അതിൻ്റെ തൊലിയൊക്കെ കണ്ട അതൊക്കെ നന്നായിട്ട് ചീകി കളഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് സ്റ്റീം വന്നു. ഇതൊന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് നോക്കാമല്ലേ. ഏകദേശം പകുതി വെന്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ടിട്ട് വയ്ക്കാം. ഫ്ലെയിം ഓണാക്കി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചീനിച്ചട്ടിക്ക് ഇച്ചിരി വെള്ളമുണ്ട്, വെള്ളം ഒന്ന് പോട്ടെ. വെള്ളം പോയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണയാണിത്. ഏകദേശം ഒരു 1/4 കപ്പ് എന്ന് പറയൂലേ, അങ്ങനെ പറയണ്ട അല്ലേ, ഒരു 3 സ്പൂൺ എണ്ണ കാണും, വെളിച്ചെണ്ണ കാണും. അത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒന്ന് അളന്നേക്കാം സ്പൂൺ, സംശയം വേണ്ട. ഇത് കുഞ്ഞ സ്പൂണാണ്. അപ്പോൾ ഇത് ഒരു ടീസ്പൂണിൽ നമുക്കൊരു 4 ടീസ്പൂൺ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ചെറിയ ടീസ്പൂണാണ്, ക്യാമറയിൽ വലുതായിട്ട് തോന്നും, ടീസ്പൂണാണേ. അതിന് നമുക്കിനി ഈ എണ്ണയിലോട്ട് ഞാൻ സവാള, അപ്പോൾ ഈ ഒരു സവാളയുടെ പകുതി ഇട്ടിരുന്നല്ലോ, ആ സവാള, പച്ചമുളക്, ഇഞ്ചി, അതും ചെറുതായിട്ടൊന്ന് മുറുക്കി, ഒരു ചെറുതായിട്ട് മുറുക്കിയിട്ട് ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളി ഇടാൻ പോവാണ്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇടണം. ഒരു കുഞ്ഞു തക്കാളിയാണ്, ഈ അളവിലെടുക്കണം. ഈ അളവിലെടുക്കുമ്പോൾ കുഞ്ഞു തക്കാളി. ഇതൊന്ന് മൂക്കാം, ഏതായാലും ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് നമ്മളിവിടെ വേവിച്ച് ഒരു പകുതി വേവിച്ച ആ പടവലങ്ങ ഞാനൊന്ന് അരിയാണ്. ഇച്ചിരി മൂത്ത പടവലങ്ങയായി പോയിട്ടോ മേടിച്ചപ്പം. ഇളതാണ് നല്ലത്, മൂക്കാനും കുഴപ്പമില്ല. നമുക്കിതിലോട്ട് ഇത് ഏകദേശം ഒന്നായി വന്നിട്ട് നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന കൂട്ടിട്ട് കൊടുക്കണം. ഇതിലത്തെ എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ വേവിച്ച് വെച്ച പടവലങ്ങ ജസ്റ്റ് ഒന്നിട്ട് ഇളക്കിയെടുക്കാം. ഇട്ടുടനെ ഇളക്കിയെടുക്കണം, അധികം വേവിക്കേണ്ട ഇതിന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം, ഉപ്പ് മതിയോ, ഉപ്പ് ഒരങ്ങി ഉപ്പ് ഇടണം. അതുപോലെ എരിവ് നമ്മുടെ ആവശ്യത്തിനിടാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിപ്പോൾ എടുത്ത് ഇറക്കി വയ്ക്കാൻ പോവാണ്. എടുത്ത് വെച്ചല്ലോ,
അത് ഇതിനകത്തുനിന്ന് തണുത്തിട്ട് ഇതിനകത്തിട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കാണെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പാകത്തിന് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ഈ പുളി എടുത്ത് വെച്ചിരുന്നല്ലോ ഞാൻ, അത് നന്നായിട്ട് ചൂടുവെള്ളത്തിനകത്തിട്ട് കലക്കി വെച്ചിട്ട് പെട്ടെന്ന് കലങ്ങാൻ വേണ്ടി അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. കുറേശ്ശെ മുഴുവനോട് ഒഴിച്ച് തെറിച്ച് പോരും ഇങ്ങോട്ട്. ഒന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം. വെച്ചിട്ടുണ്ട്, ചൂടായിരിക്കുകയാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 1.25 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇടുകയാണ്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീരട്ടെ. ഉള്ളി അരിഞ്ഞിട്ടു. രണ്ട് മുളക് നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ്, ഉണക്കമുളക്. അതും കൂടി ഇട്ടു. ഇതിനകത്ത് ഒന്ന് പൊട്ടട്ടെ. എല്ലാം കൂടെ ഉള്ളി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഇടാം. പച്ചമുളക് കൂടുതലിട്ടാലും മതി, അതല്ലെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടാം വേണമെങ്കിൽ. ഞാൻ മുളക് പൊടി ഇച്ചിരി ഇടുകയാണ്. ഇത് ചൂടോടുകൂടി ഇട്ടാൽ മുളക് പൊടി കരിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒന്ന് ആയിട്ട് മുളക് പൊടി ഇടാം. കണ്ടോ, പടവലങ്ങ എല്ലാം കൂടെ ചേർന്ന് അരച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇടാൻ പോവാണ് ഞാൻ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതൊന്ന് ഇളക്കിയേക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച ഈ അരപ്പം കൊണ്ട് ഇട്ട് കൊടുക്കാം. പടവലങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് ഇവിടെ. നല്ല പടവലങ്ങ ഭയങ്കര ഗുണമുള്ള സാധനമാണ്. കാരണം നമ്മൾ വയറിനൊക്കെ നല്ലതാണ് പടവലങ്ങ, അല്ലേ? അപ്പോൾ നമുക്ക് തേങ്ങ ആവശ്യമില്ല. തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ചട്നി ഇതുപോലെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. പടവലങ്ങ ചട്നി കൂട്ടി ഞാൻ ഇഡ്ഡലി കഴിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പടവലങ്ങ ചട്നി ഇഡ്ഡലിയും. നല്ല ടേസ്റ്റ് കേട്ടോ. പറഞ്ഞാലേ അറിയുള്ളൂ പടവലങ്ങയാണെന്ന്, അല്ലെങ്കിൽ അറിയില്ല. തേങ്ങ വേണ്ട. നമുക്ക് പടവലങ്ങ ഉണ്ടെങ്കിൽ ആരോഗ്യപ്രദമായ ചട്നി ഉണ്ടാക്കാം. നല്ല അടിപൊളി സ്വാദ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഓരോ പുതുമകൾ കൊണ്ടുവരുന്നുണ്ട്. ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരി, ഓക്കെ, ബൈ.